ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ചിന്റെ വിധിന്യായം വിശ്വാസികൾ പോരാട്ടത്തിലൂടെ മറികടക്കുന്നത്. ഒരു അമ്പലത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആ അമ്പലത്തിന്റെ അനുഷ്ഠാന പദ്ധതികളിൽ, വിശ്വാസ പദ്ധതികളിൽ, ആചാര പദ്ധതികളിൽ വിശ്വസിക്കുക എന്ന് കൂടിയല്ലേ. അപ്പോൾ വെറുതെ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ് കനകദുർഗയോ ബിന്ദു അമ്മിണിയോ രഹന ഫാത്തിമയോ ഉള്ള ആൾക്കാർ വരുന്നതിൽ അർത്ഥമില്ല. അവരുടെ വിശ്വാസങ്ങളെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല, അവർക്ക് ആ വിശ്വാസങ്ങളാകാം. അതേപോലെ ഞങ്ങളുടെ വിശ്വാസങ്ങളെ അപമാനിക്കാനും ആക്രമിക്കാതിരിക്കാനും ഉള്ളൊരു മാന്യത അവരും കാണും. യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയിലെ 5 അംഗ ബെഞ്ചിന്റെ വിധിന്യായം വന്നപ്പോൾ എല്ലാവരും ശബരിമല വിശ്വാസികൾ തോറ്റു എന്നാണ് കരുതിയത്. നമ്മൾ അമ്പലമാകട്ടെ, പള്ളിയാകട്ടെ, ഹിന്ദു ആകട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, മുസ്ലിം ആകട്ടെ, അങ്ങനെ രാഷ്ട്രീയ കടന്നുകയറ്റം പാടില്ല. നമ്മുടെ വിശ്വാസങ്ങളെ രാഷ്ട്രീയത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യരുത്. രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയുന്ന കുട്ടിയെപ്പോലെ ജഡ്ജി നഗ്നനാണ്, അല്ലെങ്കിൽ ജഡ്ജി തെറ്റുകാരനാണ്, ചീഫ് ജസ്റ്റിസ് പോലും തെറ്റുകാരനാണെന്ന് പറയാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് കഴിഞ്ഞു. ഇന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് പേടിയാണ്. കാര്യം കോടതി ഇലക്ഷൻ കിട്ടുകയാണെങ്കിൽ രക്ഷ പോലുമില്ല, 1.5 വർഷം ജയിലിൽ കിടക്കേണ്ടി വരുമായിരുന്നു. പക്ഷേ വിശ്വാസവും നിയമവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഒരു വിശ്വാസി തൻ്റെ വിശ്വാസം സംരക്ഷിക്കാനായി പ്രതിഷേധിക്കുന്നു, പ്രതികരിക്കുന്നു. നമ്മോടൊപ്പം ഇന്ന് ഇതിനെപ്പറ്റി സംസാരിക്കാനുള്ളത് രാഹുൽ ഈശ്വരാണ്. സ്വാഗതം ചേട്ടാ. ചേട്ടാ, എന്തുകൊണ്ടാണ് സുപ്രീം കോടതി വിധി വന്നു കഴിഞ്ഞു, സ്ത്രീകൾക്ക് പ്രവേശിക്കാം എന്നുള്ള വിധി വന്നു കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ പ്രവേശനം അത് നല്ലൊരു കാര്യമല്ല എന്നുള്ള രീതിയിൽ അങ്ങ് പറയുന്നത്? 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ശബരിമലയിൽ സ്ത്രീകൾക്ക് യാതൊരു വിലക്കും ഓൾറെഡി തന്നെ ഇല്ല. 50 വയസ്സിന് മേലുള്ള സ്ത്രീകൾക്കും 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്കും പോവാം. അപ്പം ശബരിമലയിൽ യുവതികൾക്കൊരു പ്രായ നിയന്ത്രണം മാത്രമാണുള്ളത്, സ്ത്രീകൾക്ക് യാതൊരു വിലക്കുമില്ല. എല്ലാ വർഷവും 10,000 കണക്കിന്, ലക്ഷക്കണക്കിന് സ്ത്രീകൾ ശബരിമലയിൽ വരാറുമുണ്ട്. പക്ഷേ യുവതികൾക്ക് പ്രായനിയന്ത്രണം ഉണ്ടാകുന്നതിൻ്റെ കാരണം അവിടുത്തെ ദേവതാ സങ്കല്പം, DT കോൺസെപ്റ്റ്, പ്രതിഷ്ഠാ സങ്കല്പം, നൈഷ്ഠിക ബ്രഹ്മചര്യം എന്നൊരു കാര്യമാണ്. അത് വിശ്വസിക്കാനുള്ള അവകാശം ആർട്ടിക്കിൾ 25, 26 ഭരണഘടന നമുക്ക് തരുന്നുമുണ്ട്. ഇതുകൊണ്ടാണ് ശബരിമല സുപ്രീം കോടതിയുടെ വിധിന്യായം തെറ്റാണെന്നും ആ വിധി പുനഃപരിശോധിക്കണമെന്നും പറഞ്ഞ് ഞങ്ങളടക്കമുള്ള വിശ്വാസികളും ഹിന്ദു സമൂഹത്തിലെ ആൾക്കാരും ഒരു പ്രക്ഷോഭത്തിനായി ഒരുങ്ങിയത്. ഇങ്ങനെ പറയുമ്പോൾ ഇതൊരു മതവും നിയമവും തമ്മിലുള്ള ഏറ്റുമുട്ടലായി ഇതിനെ കണക്കാക്കാം. അങ്ങനെ കാണുന്നവരുണ്ട്. പക്ഷേ ഞങ്ങളിതിനെ കാണുന്നത് വിശ്വാസവും തീവ്ര ഫെമിനിസവും തമ്മിലുള്ളൊരു പോരാട്ടമായിട്ടാണ്. വിശ്വാസം ഒരു ഭാഗത്ത്, തീവ്ര ഫെമിനിസ്റ്റ് നിലപാടുകൾ മറ്റൊരു ഭാഗത്ത്. അവരോട് വിയോജിപ്പ് മാത്രമേ ഉള്ളൂ, ബഹുമാനക്കുറവൊന്നുമില്ല. വി റെസ്പെക്ട് ദം, ബട്ട് വി ഡിസഗ്രി വിത്ത് ദം. പക്ഷേ അവരുടെ നിലപാടുകൾ തെറ്റാണ്. അത് ഭരണഘടനയുടെ ബാലൻസിനെ ഇല്ലാതാക്കുന്നതാണ്. പകരം ഞങ്ങൾക്ക് വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. അവർക്ക് ശബരിമല അയ്യപ്പനെ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള അവകാശമുണ്ട്. അതേപോലെ ഞങ്ങൾക്ക് വിശ്വസിക്കാനുള്ള അവകാശവും അത് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു അവകാശവുമുണ്ട്. അതിനുവേണ്ടിയാണ് ഈ പോരാട്ടം. വിശ്വാസമുള്ള ഒരു സ്ത്രീ തന്നെ ആഗ്രഹിക്കുകയാണ് അയ്യപ്പനൊന്ന് കാണണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു തെറ്റുമില്ല. 50 വയസ്സിലാവുമ്പോൾ അവർക്ക് വരാമല്ലോ. 51 വയസ്സ്, 52 വയസ്സ്, 50, 60, 70, 80 വയസ്സിലവർക്ക് വരാം. അല്ലെങ്കിൽ 10 വയസ്സിന് മുമ്പ് പോവാം. എന്തിലാണ് വിശ്വസിക്കുന്നത്? വെറുതെ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ പോരല്ലോ. ഒരു അമ്പലത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആ അമ്പലത്തിൻ്റെ അനുഷ്ഠാന പദ്ധതികളിൽ, വിശ്വാസ പദ്ധതികളിൽ, ആചാര പദ്ധതികളിൽ വിശ്വസിക്കുക എന്ന് കൂടിയല്ലേ. അപ്പോൾ വെറുതെ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ് കനകദുർഗയോ ബിന്ദു അമ്മിണിയോ രഹന ഫാത്തിമയോ ഉള്ള ആൾക്കാർ വരുന്നതിൽ അർത്ഥമില്ല. അവർ വിശ്വാസികളല്ല എന്ന് നമുക്കറിയാം. തീവ്ര ഇടത് നിലപാടിൽ നിന്ന്, തീവ്ര ലിബറൽ, തീവ്ര ഫെമിനിസ്റ്റ് നിലപാടിൽ നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. അങ്ങനെ പ്രവർത്തിക്കുന്നതിന് ഒരു വിരോധമില്ല, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ അത് വേറൊരു അമ്പലത്തിൽ നുഴഞ്ഞു കയറിയിട്ടോ അമ്പലത്തിൻ്റെയോ പള്ളിയുടെയോ വിശ്വാസങ്ങളെ തച്ച് തകർത്തിട്ടോ അവരുടെ വിശ്വാസങ്ങളെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല, അവർക്ക് ആ വിശ്വാസങ്ങളാകാം. അതേപോലെ ഞങ്ങളുടെ വിശ്വാസങ്ങളെ അപമാനിക്കാനും ആക്രമിക്കാതിരിക്കാനും ഉള്ളൊരു മാന്യത അവരും കാണിക്കും. ഇപ്പോൾ ഓൾറെഡി ഒരു വിധി വന്നു കഴിഞ്ഞു, സ്ത്രീകൾക്ക് പ്രവേശിക്കാം. അപ്പോൾ അതിനെ എത്തരത്തിലാണ് പ്രതിരോധിക്കാൻ? യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ചിൻ്റെ വിധിന്യായം വന്നപ്പോൾ എല്ലാവരും ശബരിമല വിശ്വാസികൾ തോറ്റു എന്നാണ് കരുതിയത്. അന്ന് സുപ്രീം കോടതിയുടെ വിധിയായതുകൊണ്ട് തന്നെ പല രാഷ്ട്രീയ പാർട്ടികളും നിലപാട് പറയാൻ മടിച്ചു. ഞാനടക്കം വിരലെണ്ണാവുന്ന ആൾക്കാരാണ് പ്രക്ഷോഭത്തിനിറങ്ങിയത്. ഞങ്ങൾ വിജയിച്ചതിൻ്റെ കാരണം നമ്മുടെ ഭാഗത്ത് സത്യമുള്ളതുകൊണ്ടാണ്, നീതിയും ന്യായവും ഉള്ളതുകൊണ്ടാണ്. അർത്ഥസത്യങ്ങൾ പറഞ്ഞും കള്ളം പറഞ്ഞും ശബരിമലയെ തകർക്കാനാണ് ചിലർ ശ്രമിച്ചത്. പക്ഷേ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് അത് തടയിടാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷവും ഭാഗ്യവുമാണ്. ഈ കേസിൽ കുടുംബപരമായി തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുത്തശ്ശി അടക്കം അറസ്റ്റ് ചെയ്തു. ആദ്യം അറസ്റ്റ് ചെയ്തത് മുത്തശ്ശിയാണ്. മുത്തശ്ശിക്ക് 82 വയസ്സായിരുന്നു പ്രായം. ദേവകി അന്തർജനം എന്നുള്ളതാണ്. പിന്നീട് അമ്മയായ മല്ലിക നമ്പൂതിരിയാണ് അറസ്റ്റ് ചെയ്തത്. പിന്നീട് പ്രയാർ ഗോപാലകൃഷ്ണൻ സാർ, കോൺഗ്രസ് നേതാവായിരുന്നു, അദ്ദേഹം ഇപ്പം നമ്മളെ വിട്ടുപോയി. വലിയ വിശ്വാസിയും അയ്യപ്പ ഭക്തനും ഒക്കെ ആയിരുന്നു. 4 എന്നെയാണ് അറസ്റ്റ് ചെയ്തത്. അവരെ പ്രായമായതുകൊണ്ട് അവരെ വിട്ടു. ഞാനടക്കം കുറച്ചുപേരെ കൊട്ടാരക്കര ജയിലിലോട്ടാണ് കൊണ്ടുപോയത്. അന്നും അവിടെ നിരാഹാരം കിടന്നു. 3 തവണ അറസ്റ്റ് ചെയ്യപ്പെട്ടു. 10 ദിവസം ജയിലിൽ കിടന്നു. അതിനൊന്നും ഒക്കെ സന്തോഷമേ ഉള്ളൂ. കാര്യം അയ്യപ്പന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ
ഇതൊക്കെയാണ്. 100% ശബരിമല വിധിന്യായം തെറ്റാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ആദ്യം ആരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും പിന്നീട് നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി, പ്രതിപക്ഷ നേതാവ്, ഇപ്പം പ്രതിപക്ഷ നേതാവായ അന്നത്തെ ശ്രീ രാഹുൽ ഗാന്ധി, വിശ്വപൗരനായ ശശി തരൂർ അടക്കം എല്ലാവരും ആ നിലപാടിലേക്ക് എത്തി. എന്തിന് കടകംപള്ളി സുരേന്ദ്രൻ സാർ, ദേവസ്വം മന്ത്രിയായിരുന്ന CPMൻ്റെ മുതിർന്ന നേതാവായ നല്ല സഖാവായ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ശബരിമല സുപ്രീം കോടതി വിധിന്യായം തെറ്റാണ് എന്ന് തന്നെ പറയുകയും ഇത് കഴിഞ്ഞ അധ്യായമല്ല അടഞ്ഞ അധ്യായമാണെന്ന് പറയുകയും ചെയ്തു. അത്തരത്തിൽ നല്ല നിലപാടെടുക്കുന്നവർ BJPയുടെ ശ്രീ പത്മനാഭൻജിയും സമാനമായ നിലപാട് ഇന്നലത്തെ ഒരു ചർച്ചയിൽ പറയുകയുണ്ടായി. ശബരിമല സുപ്രീം കോടതിയുടെ വിധിന്യായം തെറ്റാണ്, അത് തെറ്റാണെന്ന് പറയാനുള്ള ആർജവം നമ്മൾ കാണിക്കണമെന്നുള്ളതാണ്. ആ ആർജവം കൂടുതൽ ആൾക്കാരിലേക്ക് പകരാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഒരുപാട് രാഷ്ട്രീയ കടന്നുകയറ്റങ്ങൾ ഈ വിശ്വാസത്തിലുണ്ട് എന്ന് വിശ്വസിക്കുന്നു. വളരെ കറക്റ്റാണ്. അങ്ങനെ രാഷ്ട്രീയ കടന്നുകയറ്റം പാടില്ല. നമ്മൾ അമ്പലമാകട്ടെ, പള്ളിയാകട്ടെ, ഹിന്ദു ആകട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, മുസ്ലിം ആകട്ടെ, നമ്മുടെ വിശ്വാസങ്ങളെ രാഷ്ട്രീയത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യരുത്. ചില ആൾക്കാർ അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. അതൊക്കെ പഴയ വിഷയമാണ്, അതുകൊണ്ട് പറയുന്നില്ല. പക്ഷേ അത് പറഞ്ഞാൽ ഇനിയും കോടതി ഇലക്ഷൻ അടക്കമുള്ള കാര്യങ്ങളാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അത് പറയുന്നില്ല. പക്ഷേ അന്ന് ജസ്റ്റിസ് ദീപക് മിശ്ര അടക്കമുള്ളവരുടെ തെറ്റായ ഇടപെടലായിരുന്നു ഇതിൻ്റെ കാരണം. ആ ഇടപെടലിൻ്റെ കരിമേഘങ്ങളും കാർമേഘങ്ങളും എല്ലാം മാഞ്ഞു. ഇന്ന് ശബരിമല എന്താ പറയുക, ജയിച്ചു നിൽക്കുന്ന അവസ്ഥ. ഹിമ അല്ലേ പേപ്പർ, ഒരുപക്ഷെ ഹിമ അന്ന് കുറച്ചുകൂടെ യങ് ആയിരുന്നു. ഇപ്പോൾ 8 വർഷം മുമ്പ് ഈ രംഗത്തേക്ക് വന്ന് കാണില്ല. അന്നുള്ളവരോട് ചോദിച്ചാൽ മതി. നമ്മൾ തോൽക്കുന്നതിൻ്റെ അവസാന പടിയിലായിരുന്നു. കാര്യം സുപ്രീം കോടതിയുടെ 5 അംഗ വിധിന്യായത്തിൻ്റെ എതിരെ കേരളത്തിലെ തിരുവനന്തപുരത്തെ പ്രസ് ക്ലബ്ബിൽ പ്രസ് മീറ്റ് വിളിച്ചിട്ട് എന്ത് കാര്യം? നമ്മുടെ ഇവിടുത്തെ OTC ഹനുമാൻ ടെമ്പിളത്തിൽ പ്രക്ഷോഭം വിളിച്ചിട്ട് എന്ത് കാര്യം? പക്ഷേ ആ പ്രക്ഷോഭങ്ങൾ വളരുകയും ഇന്ത്യ മുഴുവൻ 12 സംസ്ഥാനങ്ങളിലും 6 രാജ്യങ്ങളിലേക്കും വ്യാപിക്കുന്ന അവസ്ഥയെത്തി. അതൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ അഭിമാനത്തോടും രോമാഞ്ചത്തോടും ഓർക്കുന്ന കാര്യങ്ങളാണ്. അതെല്ലാം വിശ്വാസത്തിൻ്റെ മഹാവിജയമായി. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ചിൻ്റെ വിധിന്യായം വിശ്വാസികൾ പോരാട്ടത്തിലൂടെ മറികടക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി ശബരിമല പ്രക്ഷോഭം മാറി എന്നുള്ളതിൽ തിരിഞ്ഞു നോക്കുമ്പോൾ അതിൽ നമ്മളുടേതായ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് അതിൽ അഭിമാനമാണ് തോന്നുന്നത്. അതുപോലെ തന്നെ മലയാളികൾക്കൊക്കെ അഭിമാനമായ ഒരാളാണ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാർ. അപ്പോൾ അദ്ദേഹത്തിനെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളൊരു അത് അങ്ങ് പറഞ്ഞു. അപ്പോൾ അങ്ങ് പറയുമ്പോഴാണ് നമ്മളത് അറിയണം. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറയാം. ജസ്റ്റിസ് കുര്യൻ ജോസഫ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രമുഖനായ സുപ്രീം കോടതി ജഡ്ജിമാരിൽ ഒരാളാണ്. ഏറ്റവും കൂടുതൽ സുപ്രീം കോടതി വിധിന്യായം എഴുതിയിട്ടുള്ള ആൾക്കാരിൽ ഒരാളാണ്. ശബരിമലയെ സപ്പോർട്ട് ചെയ്യുന്ന അദ്ദേഹത്തെ ജസ്റ്റിസ് ദീപക് മിശ്ര കേസിൻ്റെ ഇടയ്ക്ക് നിന്ന് കാര്യം പറയാതെ ആ ബെഞ്ചിൽ നിന്ന് മാറ്റുകയുണ്ടായി. ഇങ്ങനെ ഒരുപാട് കള്ളത്തരങ്ങൾ ആ വിഷയത്തിൽ നടന്നു. ജസ്റ്റിസ് കുര്യൻ ജോസഫ് തന്നെ മനോരമയിൽ നേരെ ചൊവ്വേ എന്ന പരിപാടിയിൽ ജോണി ലൂക്കാസ് സാർ എന്ന വളരെ മുതിർന്ന മാധ്യമപ്രവർത്തകനോട് ഇതിന് കാലവും മറ്റും കണക്ക് ചോദിക്കും, അല്ലെങ്കിൽ ഇതിന് കാലം ചോദിക്കും എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ചില ആൾക്കാരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി ശബരിമല കേസിനെ ദുരുപയോഗം ചെയ്യുകയായിരുന്നു. കുര്യൻ ജോസഫ് സാർ അടക്കം ശക്തമായ രീതിയിൽ ശബരിമലയെ പിന്തുണച്ചിരുന്നു എന്നുള്ളത് നമ്മുടെ നാട്ടിലെ ഏറ്റവും സന്തോഷം തോന്നുന്ന, അഭിമാനം തോന്നുന്ന കാര്യങ്ങളിലൊന്നാണ്. അതേപോലെ വലിയ ന്യായാധിപന്മാർ വേണം, അവരാണ് യഥാർത്ഥത്തിൽ ഈ നീതി നിർവഹിക്കേണ്ടത്. പിന്നെ ആരെയും കുറ്റം പറയാൻ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ഈ പറയുന്ന ജസ്റ്റിസ് ദീപക് മിശ്ര എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ ആദ്യമായി ഇംപീച്ച്മെൻറ്റ് നടപടികൾ നേരിട്ട ചീഫ് ജസ്റ്റിസാണ്. എന്ന് പറഞ്ഞാൽ തെറ്റും അനീതിയും കാണിച്ചതിന് ഇംപീച്ച് ചെയ്യപ്പെടാൻ പോയ ഒരു ചീഫ് ജസ്റ്റിസാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് ആദ്യം മുതലേ പരാമർശം നടത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ശേഷമാണ് 4 സുപ്രീം കോടതി ജഡ്ജിമാർ അടക്കം ഇദ്ദേഹത്തിനെതിരെ പ്രസ് മീറ്റ് വിളിക്കുകയുണ്ടായി. ഇദ്ദേഹത്തിൻ്റെ ചെയ്തികൾ ശരിയല്ല എന്ന് പറഞ്ഞ് പ്രസ് മീറ്റ് വിളിക്കുകയുണ്ടായി. ജസ്റ്റിസ് ദീപക് മിശ്രയ്ക്കെതിരെ എനിക്ക് പറയാൻ കഴിഞ്ഞതിൽ തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷമാണ്. കാരണം രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയുന്ന കുട്ടിയെപ്പോലെ ജഡ്ജി നഗ്നനാണ്, അല്ലെങ്കിൽ ജഡ്ജി തെറ്റുകാരനാണ്, ചീഫ് ജസ്റ്റിസ് പോലും തെറ്റുകാരനാണെന്ന് പറയാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് കഴിഞ്ഞു. ഇന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് പേടിയാണ്. കാര്യം കോടതി ഇലക്ഷൻ കിട്ടുകയാണെങ്കിൽ രക്ഷ പോലും ഇല്ല, 1.5 വർഷം ജയിലിൽ കിടക്കേണ്ടി വരുമായിരുന്നു. പക്ഷേ അന്നത്തെ ഒരു ആവേശത്തിന് പറഞ്ഞതാണ്. പക്ഷേ ആ ആവേശം സത്യമായി എന്നുള്ളത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആശ്വാസവുമാണ്. ഈ പറഞ്ഞതുപോലെ ശബരിമല ആദ്യമായി സ്ത്രീ പ്രവേശിക്കുന്നത് ഓർമ്മയുണ്ട്. കാരണം ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വിശ്വാസി എന്ന നിലയിൽ എന്താണ് ആദ്യം എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഭയങ്കര ഇപ്പോഴും ഓർക്കുമ്പോൾ ടെൻഷനും പേടിയും കാര്യങ്ങളും ഒക്കെയാണ്. നമ്മുടെ അതിർത്തിയിൽ സൈന്യം വെളിയിൽ നിന്നുള്ള ആൾക്കാർ നുഴഞ്ഞു കയറാതിരിക്കാൻ കാവൽ നിൽക്കുന്നത് പോലെ ശബരിമലയിൽ ഞങ്ങൾ കാവൽ നിന്നതാണ്. 62 ദിവസത്തോളം കാവൽ നിന്നതാണ്. പക്ഷേ ഇരുട്ടിൻ്റെ മറവിൽ ട്രാൻസ്ജെൻഡേഴ്സ് ആണെന്ന് പറഞ്ഞാണ് കനകദുർഗയും ബിന്ദുവമ്മണിയും അവിടെ കൊണ്ടുവന്നത്. അപ്പോൾ അത് ചതിയായിരുന്നു. മുഖ്യമന്ത്രി അങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് വിചാരിച്ചില്ല. കാര്യം എതിർത്ത് നിൽക്കുമ്പോഴും അദ്ദേഹം ചില കാര്യങ്ങളിൽ മാന്യത കാണിക്കുമെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ അതിന് അപ്പം തന്നെ പരിഹാരക്രിയകൾ ചെയ്തു. അതിന് ആത്മീയമായ പരിഹാരക്രിയകൾ ചെയ്തു. സാമൂഹികമായ ഹർത്താലായി, ബന്ദായി, ശക്തമായ പ്രതിഷേധമായി കേരളത്തിൽ വിശ്വാസികൾ ഒന്നടങ്കം അതിനെതിരെ ആഞ്ഞടിച്ചു.
കൊള്ളയടിച്ചു. അപ്പോൾ ആ രീതിയിൽ CPM-നടക്കം 20-ൽ 19 സീറ്റ് നഷ്ടമാകുന്നൊരു അവസ്ഥയും ഉണ്ടായി. അങ്ങനെ വ്യത്യസ്ത ഫാക്ടേഴ്സ് ആ കാര്യത്തിനുണ്ടായി. വളരെ സന്തോഷം. കാര്യം CPM എന്ന പാർട്ടിയോട് നമുക്ക് ദേഷ്യമൊന്നുമില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ദേഷ്യമല്ല. പക്ഷേ വിശ്വാസികളെ ദ്രോഹിക്കാത്ത സമീപനം CPM-കാരെടുക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രനും സഖാവാണ്, ദേവസ്വം മന്ത്രിയാണ്, CPM-ന്റെ മുതിർന്ന നേതാവാണ്. ഇത് കഴിഞ്ഞ അധ്യായമാണ് എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയുമെങ്കിൽ, അടഞ്ഞ അധ്യായമാണെന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയുമെങ്കിൽ, ഇത് വിധിന്യായം തെറ്റാന്ന് പറയാൻ കഴിയുമെങ്കിൽ ബാക്കി സഖാക്കന്മാരും CPM-മാരും ആ നിലപാടിലേക്ക് എത്തണമെന്നുള്ളതാണ് അഭ്യർത്ഥന. ഇടതുപക്ഷം ഭരിക്കുന്ന ഈ കേരളത്തിൽ ഇനിയും ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാവൂല. ഇനി സാധ്യത കുറവാണ്. ഇനി CPM അല്ലെങ്കിൽ CPM എന്നും പറഞ്ഞുകൂടാ, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അങ്ങനെ ഒരു സാഹസത്തിന് മുതിരും എന്നെനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിനെതിരെ തിരിച്ചടികൾ മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹം വിചാരിച്ചു അങ്ങനെ അങ്ങ് കയറ്റി കഴിഞ്ഞ് ആ വഴി കൂടെ പ്രശ്നം അങ്ങ് തീർന്നു പോവും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നവോത്ഥാന നായകനാകാം. അതിന് കിട്ടിയ തിരിച്ചടി അദ്ദേഹത്തിന് മനസ്സിലായി കാണും. അതുകൊണ്ട് ഇനിയും അങ്ങനെ ആരും ഒരു നീക്കം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാര്യം കഴിഞ്ഞ 7 വർഷമായിട്ട് ശബരിമല യുവതി പ്രവേശനം ഗവൺമെൻറ് തന്നെ ഇടപെട്ട് തടയുന്നുണ്ട്, പോലീസുകാർ തന്നെ ഇടപെട്ട് തടയുന്നുണ്ട്. അത് വളരെ ആശ്വാസകരമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ യുവതലമുറ ഭക്തിയിൽ നിന്നും കുറച്ച് പുറകിലോട്ടാണ് നമുക്ക് എന്തുകൊണ്ടും പറയേണ്ടി വരുന്നത്. കാരണം ഈ നവോത്ഥാന ചിന്തയാണോ അതോ സോഷ്യൽ മീഡിയ, രണ്ടും ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം ഒരുപക്ഷെ ഹിമ ശ്രദ്ധിച്ച് കാണും, ഈ അടുത്തിടയ്ക്ക് ഏറ്റവും പോപ്പുലർ ആവുന്ന കാര്യങ്ങളാണ് ഈ ഭജൻ ക്ലബിംഗ് തുടങ്ങിയ കാര്യങ്ങൾ. ഒരുപാട് ഭജൻസ്, നമ്മുടെ നന്ദഗോവിന്ദം ഭജൻസ് അടക്കമുള്ള ഒരുപാട് പേര് വരുന്നു. അപ്പം ഭക്തി ആത്മീയതയൊക്കെ ഉണ്ടാകും. പക്ഷേ അടിസ്ഥാനപരമായി കുറേ കൂടെ വിശ്വാസത്തിൽ, ദൈവീകതയിൽ, ആത്മീയതയിൽ അടിയുറയ്ക്കുന്ന ഒരു ജനത ഉണ്ടാകുന്നതാണ് നല്ലത്. കാര്യം അവർക്ക് ദൈവഭയം കാണും, കുടുംബസ്നേഹം കാണും, സാമൂഹിക ഉത്തരവാദിത്തം കാണും. ഞാനൊരു ഈശ്വരവിശ്വാസിയാണ്. ഈ ഈശ്വരവിശ്വാസം ഇല്ലാതെ ഇതിലേക്ക് എത്താൻ കഴിയുമെങ്കിൽ വലിയ കാര്യം. പക്ഷേ അടിസ്ഥാനപരമായ നല്ല മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു ജനതയുണ്ടാകണം. അതിന് ഈശ്വരവിശ്വാസവും സഹായകരമായി മാറുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ എത്തിസ്റ്റ് അല്ലെങ്കിൽ തീയസ്റ്റ് എന്ന 2 വിഭാഗത്തിലേക്ക് യുവതലമുറ മാറുമ്പോൾ, ഇപ്പോൾ യുവതലമുറയിൽ അങ്ങനെ ഒരു ചിന്തകളുണ്ട്. അപ്പോൾ വിശ്വാസമുള്ളവർ തന്നെ എന്തുകൊണ്ട് സ്ത്രീ കയറിയാൽ ശബരിമലയിൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ രാഹുൽ ഈശ്വർ എന്ന വിശ്വാസി എന്തായിരിക്കും? ഓരോ അമ്പലത്തിനും ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസവുമുണ്ട്. ആ അമ്പലത്തിൽ വിശ്വസിക്കാത്തവർ അവിടെ പോകണ്ട. അഥവാ ശബരിമലയിൽ യുവതികൾ കയറിയാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ എന്ന് ചില ആൾക്കാർ ചോദിക്കാറുണ്ട്. ഞാൻ അവരോട് തിരിച്ചു ചോദിക്കാറുണ്ട്, ശബരിമല യുവതികൾ കയറിയില്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴുമോ? അപ്പോൾ രണ്ടാണെങ്കിലും ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. ശബരിമല യുവതികൾ കയറിയാലും ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല, കയറിയില്ലെങ്കിലും ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. അപ്പോൾ ഞങ്ങളടക്കമുള്ള വിശ്വാസികൾ നൂറ്റാണ്ടുകളായി പാലിച്ചിരുന്ന ആചാരങ്ങളും വിശ്വാസങ്ങളും മര്യാദകളും പാലിക്കാൻ ആർട്ടിക്കിൾ 25, 26 ഞങ്ങളെ എംപവർ ചെയ്യുന്നുണ്ട്. അത് അയ്യപ്പൻ്റെ അടിസ്ഥാന സങ്കല്പമാണ്. അതായത് നൈഷ്ഠിക ബ്രഹ്മചര്യം വ്രതമനുസരിച്ച് അവിടെ വരണമെന്നുള്ള സങ്കല്പമാണ്. അത് വിശ്വസിക്കുന്നവരങ്ങോട്ട് വന്നാൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഒരുപാട് അമ്പലങ്ങളുണ്ട്, ആ അമ്പലങ്ങളിലെല്ലാം പോവാം. അയ്യപ്പൻ്റെ ബാക്കി അമ്പലങ്ങളിലെല്ലാം യുവതികൾക്കും സ്ത്രീകൾക്കും ഒക്കെ കയറാം, ഒന്നും ഒരു പ്രശ്നമല്ല. അപ്പോൾ ശബരിമല വരികയാണെങ്കിൽ, നാളെ ഒരു പള്ളിയിൽ പോവുകയാണെങ്കിൽ, ക്രിസ്ത്യൻ പള്ളിയിൽ പോവുകയാണെങ്കിൽ, മുസ്ലിം പള്ളിയിൽ പോവുകയാണെങ്കിൽ, ആറ്റുകാലമ്പലത്തിൽ പോവുകയാണെങ്കിൽ, ചക്കുളത്തുകാവിൽ പോവുകയാണെങ്കിൽ, പെട്ടെന്ന് മനസ്സിലാകാൻ ഹിമയ്ക്ക് കൂടെ കണക്ട് ചെയ്യുന്നൊരു ഉദാഹരണം പറയാം. ചക്കുളത്തുകാവിൽ നാരീ പൂജ എന്നൊരു ചടങ്ങുണ്ട്. ഞാൻ നാളെ ചെന്ന് അവിടെ ബഹളം വെച്ചാലോ, നാരീ പൂജ എൻ്റെ മേൽ നടത്തണമെന്ന്? അതെന്താ നാരീ പൂജ എനിക്ക് വേണ്ടി നടത്തണം? ആർട്ടിക്കിൾ 14 എനിക്ക് റൈറ്റ്സ് തരുന്നുണ്ട്, നാരീ പൂജ എനിക്ക് നടത്തണമെന്ന് പറഞ്ഞാൽ ആൾക്കാരത് പരിഹാസമായിട്ടേ കാണുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ശബരിമല യുവതി പ്രവേശനവും. അത് സീരിയസ് ആയൊരു ഡിമാൻഡല്ല, പകരം തീവ്ര ഫെമിനിസത്തെ വിശ്വാസത്തിന് മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു വളഞ്ഞ വഴിയാണ്. അതിനെയാണ് അയ്യപ്പ വിശ്വാസികൾ ഇടപെട്ട് തടഞ്ഞത്. അപ്പോൾ അവസാനം എന്താണ് ജനങ്ങളോട് പറയാനുള്ളത്? ഒറ്റ കാര്യമേ ഉള്ളൂ, അയ്യപ്പൻ ആരാണെന്ന് പഠിക്കുക, നമ്മുടെ നാടിൻ്റെ ചരിത്രം പഠിക്കുക. വിശിഷ്യ ഹിന്ദു സമൂഹം, വിശാല അർത്ഥത്തിൽ കേരള സമൂഹം നമ്മുടെ വേരുകൾ തേടി നമ്മുടെ സ്വത്വം തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. അതോടൊപ്പം നമ്മുടെ സഹോദര സമുദായങ്ങളായ മുസ്ലിം, ക്രിസ്ത്യൻ സമൂഹങ്ങളെ ചേർത്ത് വെക്കേണ്ട ആവശ്യമുണ്ട്. അയ്യപ്പൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മുസ്ലിമായ വാവരാണ്, മറ്റൊരു അടുത്ത ഫ്രണ്ട് ക്രിസ്ത്യാനിയായ വെളുത്തയാണ്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾ ഒരുമിച്ച് നിൽക്കണം, വിശ്വാസികൾ ഒരുമിച്ച് നിൽക്കണം. വിശ്വാസികളെ എതിർക്കുന്ന അവിശ്വാസികൾ കാണാം, അവരോട് ശത്രുതയൊന്നുമില്ല, അവരോട് ബഹുമാനമേ ഉള്ളൂ. പക്ഷേ വിശ്വാസം, ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ആ വിശ്വാസം സംരക്ഷിക്കപ്പെടണം. അത് ഭരണഘടനാനുസൃതമായി സംരക്ഷിക്കപ്പെടണം. അതിനുവേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഞങ്ങൾ. തിരക്കുകളുടെ ഇടയിലും ഒരുപാട് സമയം നമ്മോടൊപ്പം ചിലവഴിച്ചു. താങ്ക് യു ഏട്ടാ. വിശ്വാസവും നിയമവും ഏറ്റുമുട്ടുമ്പോൾ, നിയമം സംരക്ഷിക്കപ്പെടുമ്പോൾ ഒരു വിശ്വാസിയുടെയും വിശ്വാസവും മുറിവേൽപ്പിക്കപ്പെടുന്നില്ലെന്ന് നാം ഉറപ്പുവരുത്തണം. വിശ്വാസിയോ അവിശ്വാസിയോ ആയിക്കോട്ടെ, ഫെമിനിസമോ നവോത്ഥാനവുമോ അല്ല അതിൽ കടന്നു കയറേണ്ടത്. അതിൽ രാഷ്ട്രീയം കടന്നു കയറുമ്പോൾ അവരുടെ വിശ്വാസത്തെ കോട്ടപ്പെടുത്തില്ലെന്ന് നാം ഉറപ്പുവരുത്തുക. ഹിമാർ നായർ, കേരള ടുഡേ, സൈനിങ് ഓഫ്.